നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളുടെ ഹാജർ മെച്ചപ്പെടുത്തുന്നതിനായി ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ പുതിയ പദ്ധതിയുമായി സർക്കാർ. ഓരോ മെയിൻസ്ട്രീം സർക്കാർ സ്കൂളിനും പ്രത്യേകം ഹാജർ ലക്ഷ്യം നിശ്ചയിക്കാനാണ് തീരുമാനം. സ്കൂൾ പ്രവർത്തിക്കുന്ന പ്രദേശത്തെ സാമൂഹിക സാഹചര്യങ്ങളും വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികളും പരിഗണിച്ചായിരിക്കും ലക്ഷ്യം നിശ്ചയിക്കുക. കോവിഡ് മഹാമാരിക്ക് ശേഷം സ്കൂൾ ഹാജർ പഴയ നിലയിലേക്ക് തിരിച്ചെത്താത്ത സാഹചര്യത്തിലാണ് നടപടി. കോവിഡ് മഹാമാരിക്ക് ശേഷം സ്കൂൾ ഹാജർ പഴയ നിലയിലേക്ക് തിരിച്ചെത്താത്ത സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ഹാജർ മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ പദ്ധതിയുമായി സർക്കാർ. 2025-26 അധ്യയന വർഷത്തിൽ സ്കൂളുകളിലെ മൊത്തം ഹാജർ നിരക്ക് ഏകദേശം 93%. കോവിഡിന് മുൻപ് മെയിൻസ്ട്രീം സർക്കാർ സ്കൂളുകളിൽ ഇത് 95% മുകളിലായിരുന്നു. തുടർച്ചയായി ക്ലാസുകൾ നഷ്ടപ്പെടുത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് സർക്കാരിന്റെ പ്രധാന ആശങ്ക. ലഭ്യമായ ക്ലാസുകളുടെ കുറഞ്ഞത് 10% നഷ്ടപ്പെടുത്തുന്ന വിദ്യാർത്ഥികളെയാണ് പെർസിസ്റ്റന്റ്ലി ആബ്സെന്റ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. 2018-19 ഏകദേശം 10% ഈ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ നിരക്ക് 2025-26 19%-ഓളമായി ഉയർന്നു. സൗജന്യ സ്കൂൾ ഭക്ഷണത്തിന് അർഹരായ കുട്ടികളിലും പ്രത്യേക വിദ്യാഭ്യാസ ആവശ്യങ്ങളോ വൈകല്യങ്ങളോ ഉള്ള വിദ്യാർത്ഥികളിലും അസാന്നിധ്യം മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിലെ ഏതാനും മെയിൻസ്ട്രീം സ്കൂളുകളിൽ സ്കൂൾ അടിസ്ഥാനത്തിലുള്ള ഹാജർ ലക്ഷ്യങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരുന്നു. ഇനി എല്ലാ സ്കൂളുകൾക്കും പ്രത്യേക ലക്ഷ്യം നൽകുകയും അതിലേക്കുള്ള പുരോഗതി വിദ്യാഭ്യാസ വകുപ്പ് നിരീക്ഷിക്കുകയും ചെയ്യും. ലക്ഷ്യം കൈവരിക്കാത്ത സ്കൂളുകൾക്ക് ഉടൻ ശിക്ഷ ഏർപ്പെടുത്തില്ല. പകരം പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളുമായി വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് ബന്ധപ്പെടുകയും ഹാജർ മെച്ചപ്പെടുത്തുന്നതിനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. മികച്ച പ്രവർത്തന മാതൃകകളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും മികച്ച പ്രകടനം നടത്തുന്ന മറ്റ് സ്കൂളുകളുമായി സഹകരിക്കാനുള്ള അവസരങ്ങളും നൽകും. വെള്ളിയാഴ്ചകളിൽ വിദ്യാർത്ഥികളുടെ ഹാജർ കുറയുന്ന പ്രവണതയും സർക്കാർ പ്രത്യേകം പരിശോധിക്കും. ആഴ്ചയുടെ അവസാന ദിവസം അസുഖം ചൂണ്ടിക്കാട്ടിയുള്ള അവധികൾ വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പോൾവോ അറിയിച്ചു. വെള്ളിയാഴ്ചകളിൽ കൂടുതൽ ക്ലബ്ബുകൾ, കായിക സാംസ്കാരിക പരിപാടികൾ, മറ്റ് പഠനേതര പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് വിദ്യാർത്ഥികളുടെ താൽപര്യം വർദ്ധിപ്പിക്കാനും സ്കൂളുകളോട് ആവശ്യപ്പെടും. UK-യിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള നിർണായക കടമ്പയായ A-ലെവൽ പരീക്ഷാഫലം ഇന്ന് പുറത്തുവരാനിരിക്കെ എക്കാലത്തെയും മികച്ച പ്രകടനവും ഉയർന്ന ഗ്രേഡുകളും സ്വന്തമാക്കി വിദ്യാർത്ഥികൾ ചരിത്രം കുറിക്കുമെന്ന് റിപ്പോർട്ട്. കോവിഡിന് ശേഷമുള്ള കർശനമായ മൂല്യനിർണ്ണയ രീതികൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കകൾ പൂർണ്ണമായും അസ്ഥാനത്താക്കി ഇത്തവണ റെക്കോർഡ് വിജയശതമാനം രേഖപ്പെടുത്തുമെന്നാണ് വിവരം. കോവിഡിന് ശേഷമുള്ള കർശനമായ മൂല്യനിർണ്ണയ രീതികൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കകൾ പൂർണ്ണമായും അസ്ഥാനത്താക്കി UK-യിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള നിർണായക കടമ്പയായ A-ലെവൽ പരീക്ഷാഫലം ഇന്ന് പുറത്തുവരാനിരിക്കെ എക്കാലത്തെയും മികച്ച പ്രകടനവും ഉയർന്ന ഗ്രേഡുകളും സ്വന്തമാക്കി വിദ്യാർത്ഥികൾ ചരിത്രം കുറിക്കുമെന്ന് റിപ്പോർട്ട്. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ നിന്ന് മികച്ച വാർത്തകൾ പുറത്തുവരുമ്പോൾ അതിലേറ്റവും തിളക്കമാർന്ന അധ്യായമായി മാറുന്നത് UK-യിലെ മലയാളി വിദ്യാർത്ഥികളുടെ ഉജ്ജ്വല മുന്നേറ്റമാണ്. A+, A* ഉൾപ്പെടെയുള്ള ഉയർന്ന ഗ്രേഡുകൾ വാരിക്കൂട്ടിയാണ് മലയാളി കുട്ടികൾ പരീക്ഷയിൽ ചരിത്ര വിജയം കുറിച്ചിരിക്കുന്നത്. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ഇംപീരിയൽ കോളേജ് ലണ്ടൻ, കിങ്സ് കോളേജ്, മാഞ്ചസ്റ്റർ, ബിർമിംഗ്ഹാം, എഡിൻബറ തുടങ്ങിയ UK-യിലെ മുൻനിര റസൽ ഗ്രൂപ്പ് സർവകലാശാലകളിൽ മെഡിസിൻ, ഡെന്റിസ്ട്രി, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സയൻസ്, ലോ, ഫിനാൻസ് എന്നീ റോയൽ കോഴ്സുകളിൽ പ്രവേശനം നേടാൻ മലയാളി മിടുക്കന്മാരുണ്ട് എന്നാണ് വിവരം. അക്കാദമിക് മികവിനൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും സ്പോർട്സിലും സജീവമായി പങ്കെടുത്തുകൊണ്ടാണ് പല വിദ്യാർത്ഥികളും ഈ മികച്ച നേട്ടം കൈവരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. മാതാപിതാക്കളുടെ കൃത്യമായ പിന്തുണയും അധ്യാപകരുടെ മാർഗനിർദ്ദേശവും തങ്ങളുടെ നിരന്തരമായ കഠിനാധ്വാനവുമാണ് ഈ ചരിത്ര വിജയത്തിന് പിന്നിലെന്ന് വിദ്യാർത്ഥികൾ സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നു. UK-യിലുടനീളമുള്ള വിവിധ മലയാളി കമ്മ്യൂണിറ്റി സംഘടനകളും പ്രാദേശിക അസോസിയേഷനുകളും തങ്ങളുടെ പ്രദേശങ്ങളിലെ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. കുടിയേറ്റക്കാരായ UK-യിലെത്തി കഠിനാധ്വാനം ചെയ്യുന്ന മലയാളി കുടുംബങ്ങൾക്ക് അവരുടെ രണ്ടാം തലമുറ കൈവരിക്കുന്ന ഈ വലിയ നേട്ടം അളവറ്റ അഭിമാനവും സന്തോഷവുമാണ് നൽകുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലും ആഘോഷ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ലണ്ടനും UK-യുടെ വിവിധ ഭാഗങ്ങളിലുമുള്ള മലയാളി വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ ചുവടുവെക്കുകയാണ്. ജീവനക്കാരുടെ കുറവും പുനരധിവാസ സൗകര്യങ്ങളുടെ അഭാവവും NHS ഫിസിയോതെറാപ്പി സേവനങ്ങളിൽ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ചാർട്ടേഡ് സൊസൈറ്റി ഓഫ് ഫിസിയോതെറാപ്പി മുന്നറിയിപ്പ് നൽകി. സേവനങ്ങളിൽ നിയമനങ്ങൾ മരവിപ്പിക്കുകയും പുനരധിവാസത്തിനുള്ള സ്ഥലങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ രോഗികൾക്ക് ചികിത്സ വൈകുന്നതും ആവശ്യമായ പരിചരണം ലഭിക്കാത്തതുമൂലം ഒഴിവാക്കാനാകുന്ന വൈകല്യങ്ങളുമായി ജീവിക്കേണ്ട സാഹചര്യമാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി.
NHS ഫിസിയോതെറാപ്പി സേവനങ്ങളിൽ ജീവനക്കാരുടെ കുറവും പുനരധിവാസ സൗകര്യങ്ങളുടെ അഭാവവും ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ചാർട്ടേഡ് സൊസൈറ്റി ഓഫ് ഫിസിയോതെറാപ്പി മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷം സ്ട്രോക്ക് ബാധിച്ച വെസ്റ്റ് യോർക്ക്ഷയറിലെ 63-കാരനായ ഡേവ് ഡക്സ്ബറി ആശുപത്രിയിൽ ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തതിനാൽ പൊതുയിടത്തെ ഇടനാഴിയിലാണ് വീണ്ടും നടക്കാൻ പരിശീലിക്കേണ്ടി വന്നത് എന്ന് വെളിപ്പെടുത്തി. വലതുകൈക്കും കാലിനും ചലനശേഷി നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് NHS ചികിത്സ അവസാനിപ്പിച്ചതിനെ തുടർന്ന് ഇപ്പോൾ സ്വകാര്യ ഫിസിയോതെറാപ്പിക്കായി സ്വന്തം പണം ചെലവഴിക്കേണ്ടി വരികയാണ്. ഫിസിയോതെറാപ്പിസ്റ്റുകൾ മികച്ച സേവനം നൽകിയെങ്കിലും സംവിധാനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇംഗ്ലണ്ടിലെ 550 ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കിടയിൽ നടത്തിയ സർവേയിൽ 79% പേരും നിലവിലെ ജീവനക്കാരുടെ എണ്ണം രോഗികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമല്ല എന്ന് അഭിപ്രായപ്പെട്ടു. 72% പേർ നിയമനങ്ങൾ മരവിപ്പിച്ചതായി അറിയിച്ചപ്പോൾ 1/3 പേർ പുനരധിവാസത്തിനുള്ള പ്രത്യേക ഇടങ്ങൾ നഷ്ടപ്പെട്ടതായി പറഞ്ഞു. സമൂഹാടിസ്ഥാനത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് സർക്കാർ ആവർത്തിച്ചുവെങ്കിലും ജീവനക്കാരുടെയും സൗകര്യങ്ങളുടെയും കുറവ് പരിഹരിക്കാതെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ല എന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ PC ആൻഡ്രൂ ഹാർപ്പറിന്റെ മരണത്തിന് ഉത്തരവാദികളായ ജെസ്സി കോൾ, ആൽബർട്ട് ബോവേഴ്സ് എന്നിവർക്ക് നേരത്തെയുള്ള ജയിൽ മോചനം അനുവദിക്കില്ല എന്ന് UK സർക്കാർ വ്യക്തമാക്കി. ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാൻ നടപ്പാക്കാനിരുന്ന തടവുകാരുടെ നേരത്തെയുള്ള മോചന പദ്ധതിയിൽ ഇരുവരും ഉൾപ്പെടുമെന്ന വിവരം പുറത്തുവന്നതോടെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്നിരുന്നു. ഹാർപ്പറിന്റെ കൊലയാളികളെ മോചിപ്പിക്കരുതെന്ന ആവശ്യവുമായി 9 ലക്ഷത്തോളം പേർ ഒപ്പുവെച്ച ഹർജിയും സർക്കാരിന് വലിയ സമ്മർദ്ദമായി. ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാൻ നടപ്പാക്കാനിരുന്ന തടവുകാരുടെ നേരത്തെയുള്ള മോചന പദ്ധതിയിൽ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ PC ആൻഡ്രൂ ഹാർപ്പറിന്റെ മരണത്തിന് ഉത്തരവാദികളായ ജെസ്സി കോൾ, ആൽബർട്ട് ബോവേഴ്സ് എന്നിവർ ഉൾപ്പെടുമെന്ന വിവരം പുറത്തുവന്നതോടെ രാജ്യവ്യാപകമായി പ്രതിഷേധവും മോചിപ്പിക്കരുതെന്ന ആവശ്യവുമായി 9 ലക്ഷത്തോളം പേർ ഒപ്പുവെച്ച ഹർജിയും സർക്കാരിന് വലിയ സമ്മർദ്ദമായതോടെ ജയിൽ മോചനം അനുവദിക്കില്ല എന്ന് UK സർക്കാർ വ്യക്തമാക്കി. 2019 ബെർക്ക്ഷയറിൽ ക്വാഡ് ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട സംഭവത്തിനിടെ കാറിൽ വലിച്ചിഴക്കപ്പെട്ട് കൊല്ലപ്പെട്ട 28-കാരനായ ഹാർപ്പറുടെ കേസിൽ 2020 വിധി വന്നത്. ജെസ്സി കോളിനും ആൽബർട്ട് ബോവേഴ്സിനും 13 വർഷം വീതം തടവ് ലഭിച്ചിരുന്നുവെങ്കിലും പുതിയ മോചന പദ്ധതി പ്രകാരം ഇവർക്ക് നേരത്തെ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ടായിരുന്നു. ഇതിനെതിരെ പോലീസ് സംഘടനകളും ഹാർപ്പറിന്റെ കുടുംബവും ശക്തമായി രംഗത്തെത്തി. രാജ്യത്തെ 50 പ്രമുഖ പോലീസ് ഓഫീസർമാരും എല്ലാ ചീഫ് കോൺസ്റ്റബിൾമാരും ചേർന്ന് പ്രധാനമന്ത്രി ആൻഡി ബേൺഹാമിനോട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് സർക്കാർ നിലപാട് മാറ്റിയത്. പൊതുജന വിശ്വാസവും നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയും കണക്കിലെടുത്ത് ഹാർപ്പറിന്റെ കൊലയാളികളെ മോചന പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള മാർഗം കണ്ടെത്തിയതായി സർക്കാർ അറിയിച്ചു. ഇത് സംബന്ധിച്ച അന്തിമ നടപടികൾ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. അപൂർവ സൂര്യഗ്രഹണത്തിന് സാക്ഷ്യം വഹിച്ച് ലോകം. ബുധനാഴ്ച രാത്രി ബ്രിട്ടനിലടക്കം ദശലക്ഷക്കണക്കിന് ആളുകളാണ് അപൂർവ പ്രതിഭാസം ആസ്വദിച്ചത്. രാജ്യം വർഷത്തിലെ 5ാമത്തെ ഉഷ്ണതരംഗത്തിന്റെ പിടിയിലായിരിക്കെ ചന്ദ്രൻ സൂര്യനെ മറച്ചതോടെ UKയിൽ ചൂടിൽ താൽക്കാലിക ശമനമുണ്ടായി. പകൽ നേരം അല്പസമയത്തേക്ക് സന്ധ്യയായതുപോലുള്ള അന്തരീക്ഷം പരന്നതും ശ്രദ്ധേയമായി. ബുധനാഴ്ച രാത്രി അപൂർവ സൂര്യഗ്രഹണത്തിന് സാക്ഷ്യം വഹിച്ച് ലോകം. ബ്രിട്ടനിലടക്കം ദശലക്ഷക്കണക്കിന് ആളുകളാണ് അപൂർവ പ്രതിഭാസം ആസ്വദിച്ചത്. UKയിൽ വൈകിട്ട് 6-ന് ശേഷമാണ് ഗ്രഹണം ദൃശ്യമായി തുടങ്ങിയത്. എഡിൻബറോയിൽ വൈകിട്ട് 6:08-നും ലണ്ടനിൽ 6:17-നും കോൺവാളിൽ 6:18-നും ചന്ദ്രൻ സൂര്യന്റെ ഒരു ഭാഗം മറച്ചു തുടങ്ങി. തുടർന്ന് ചന്ദ്രൻ പതുക്കെ സൂര്യന്റെ മുന്നിലൂടെ നീങ്ങി. ഏകദേശം 1 മണിക്കൂറിന് ശേഷം സൂര്യപ്രകാശത്തിന്റെ ഭൂരിഭാഗവും മറഞ്ഞു. സ്പെയിനിലെ ബുർഗോസ് നഗരത്തിലായിരുന്നു ഏറ്റവും മികച്ച കാഴ്ച. ഇവിടെ 100% സമ്പൂർണ്ണ ഗ്രഹണം ഏകദേശം 2 മിനിറ്റോളം നീണ്ടുനിന്നു. ചന്ദ്രനെ ചുറ്റിയുള്ള തീജ്വാല പോലെയുള്ള പ്രകാശവലയം ആകാശത്ത് അതിമനോഹരമായ കാഴ്ചയാണ് സമ്മാനിച്ചത്. ലണ്ടനിലെ പ്രിംറോസ് ഹില്ലിൽ മാത്രം ഏകദേശം 500 പേർ ഗ്രഹണം കാണാൻ ഒത്തുകൂടി. തെക്കുകിഴക്കൻ ലണ്ടനിലെ ഗ്രീൻവിച്ച് പാർക്കിലും വലിയ ജനക്കൂട്ടമാണ് എത്തിയത്. 1999 ഓഗസ്റ്റിന് ശേഷമുള്ള ബ്രിട്ടനിലെ ശ്രദ്ധേയമായ ആദ്യ സമ്പൂർണ്ണ ഗ്രഹണമായിരുന്നു ഇത്. 1999 ഗ്രഹണ സമയത്ത് മേഘാവൃതമായ ആകാശം പലരുടെയും കാഴ്ച തടസ്സപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വ്യക്തമായി കാണാനായി. സ്കോട്ട്ലൻഡിലെ ഇൻവർണസ് മുതൽ കോൺവാളിലെ പെൻസൻസ് വരെയും വിവിധ പ്രദേശങ്ങളിൽ ആളുകൾ അപൂർവ ആകാശ കാഴ്ചയ്ക്കായി ഒത്തുകൂടി. ഇനി ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ 2050 വരെ കാത്തിരിക്കണം. സൂര്യഗ്രഹണം ദൃശ്യമാകുന്ന സമയത്ത് വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കരുതെന്ന് മുന്നറിയിപ്പുമായി ബ്രിട്ടനിലെ ഏറ്റവും വലിയ എനർജി സപ്ലയർ ഒക്ടോപ്പസ് എനർജി രംഗത്തു വന്നിരുന്നു. വീടുകൾ ലൈറ്റുകളും ഉപകരണങ്ങളും ഓണാക്കി തുടങ്ങുന്ന സമയത്താണ് ഗ്രഹണം. 90% സൂര്യ വെളിച്ചവും തടസ്സപ്പെടുമ്പോൾ സോളാറിൽ നിന്നുള്ള ഊർജ്ജം ലഭിക്കുന്നത് ഏറെ താഴും. വീട്ടിൽ അലക്കും പാത്രം കഴുകലും ഉൾപ്പെടെ അരങ്ങേറുന്ന സമയം കൂടിയാണ് ഇത്. നാഷണൽ എനർജി സിസ്റ്റം ഓപ്പറേറ്ററുടെ കണക്ക് പ്രകാരം 1.3 ജിഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് ഈ സമയത്ത് നേരിട്ടത്.
ഇലക്ട്രിസിറ്റി ബില്ലിൽ 2500 പൗണ്ട് വരെ ഒരു കുടുംബത്തിന് കിഴിവ് ലഭിക്കാൻ സാധ്യതയുള്ള 43 പ്രദേശങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു. പുതിയ വൈദ്യുതി ടവറുകൾക്ക് സമീപം താമസിക്കുന്നവർക്കാണ് ഈ കിഴിവ് ലഭിക്കുക എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പുതിയ പൈലണുകൾക്ക് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത പൈലണുകൾക്ക് സമീപം താമസിക്കുന്നവർക്കാണ് ഇലക്ട്രിസിറ്റി ബില്ലിൽ ഇളവുകൾ ലഭിക്കുക. ബ്രിട്ടനിലാകമാനം 43 പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ഈ ബിൽ ഡിസ്കൗണ്ട് സ്കീം പ്രയോജനപ്പെടും. വൈദ്യുതി ടവറുകൾക്ക് സമീപം താമസിക്കുന്നവർക്ക് ഇലക്ട്രിസിറ്റി ബില്ലിൽ 2500 പൗണ്ട് വരെ ഒരു കുടുംബത്തിന് കിഴിവ് ലഭിക്കാൻ സാധ്യതയുള്ള 43 പ്രദേശങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു. ബ്രിട്ടനിലാകമാനം 43 പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ഈ ബിൽ ഡിസ്കൗണ്ട് സ്കീം പ്രയോജനപ്പെടുമെന്ന് റിപ്പോർട്ട്. ഈ പദ്ധതി പ്രകാരമുള്ള ആദ്യ പേയ്മെന്റുകൾ അടുത്ത വർഷം മുതൽ നൽകി തുടങ്ങും. വലിയ ലോഹ ടവറുകളിൽ നിന്നും 500 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് അടുത്ത 10ലേറെ വർഷക്കാലം അവരുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്നും 2500 പൗണ്ടിന്റെ ഇളവ് ലഭിക്കും. 1960കളിൽ പണിത പല ടവറുകളും ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ആധുനിക യുഗത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റാൻ പാകമാക്കുകയാണ് അവയെ. നിലവിൽ 43 പ്രദേശങ്ങളിലാണ് ഇതിന്റെ പണി നടക്കുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും. 2044 മുൻപായി ഏകദേശം 1 ലക്ഷത്തിലേറെ കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇതിന് അർഹത നേടുന്നവരിൽ മിക്കവർക്കും ഈ തുക ഓരോ 6 മാസം കൂടുമ്പോഴും അവരുടെ ഊർജ്ജ വിതരണ കമ്പനി വഴി ഊർജ്ജ ബില്ലിൽ ഇളവായി ഈ തുക ലഭിക്കും. എന്നാൽ കമേഴ്സ്യൽ മീറ്ററുകൾ ഉള്ളവരെ പോലെ ചില വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് ഇതിനായി അപേക്ഷിക്കേണ്ടതായി വരും. പ്രതിമാസം 20 പൗണ്ട് വീതം കൈക്കൂലി നൽകുന്ന പദ്ധതി എന്നായിരുന്നു റിഫോം യുകെയുടെ ഊർജ്ജകാര്യ വക്താവ് റിച്ചാർഡ് ടൈസ് പ്രതികരിച്ചത്. ഈ സ്കൂട്ടർ അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട്. ലിവർപൂൾ, മാഞ്ചസ്റ്റർ, ഷെഫീൽഡ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ 3 ട്രോമ സെന്ററുകൾ പറയുന്നത് 2019 ശേഷം 16 വയസ്സിനു താഴെയുള്ള 477 പേരെയെങ്കിലും ഇത്തരം അപകടങ്ങൾ മൂലമുള്ള പരിക്കിന് ചികിത്സിച്ചിട്ടുണ്ട് എന്നാണ്. ഇക്കാലയളവിൽ ഇത്തരം കേസുകളുടെ എണ്ണം ഓരോ വർഷവും ക്രമമായി വർദ്ധിച്ചു വരുന്നതായും കണക്കുകൾ വ്യക്തമാക്കി. ലിവർപൂൾ, മാഞ്ചസ്റ്റർ, ഷെഫീൽഡ് എന്നിവിടങ്ങളിൽ 3 ട്രോമ സെന്ററുകൾ പറയുന്നത് 2019 ശേഷം 16 വയസ്സിനു താഴെയുള്ള 477 പേരെങ്കിലും ഈ സ്കൂട്ടർ അപകടങ്ങളിൽപ്പെട്ട് പരിക്കിന് ചികിത്സിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഈ സ്കൂട്ടർ അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട്. 2019 10 പേരാണ് ഈ സ്കൂട്ടർ അപകടത്തെ തുടർന്ന് ചികിത്സ തേടി എത്തിയതെങ്കിൽ 2024 അത് 150 ഉയർന്നു. ഇത്തരം അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരുടെ ശരാശരി പ്രായം 12 ആണെങ്കിലും 9 വയസ്സുവരെ ചികിത്സ തേടിയെത്തിയിട്ടുണ്ടെന്നാണ് ട്രോമ സെന്ററുകളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇവരിൽ ആരും തന്നെ ഹെൽമറ്റുകൾ ധരിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാൻ ആവശ്യമായ നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് എമർജൻസി വിഭാഗം ഡോക്ടർമാർ ആവശ്യപ്പെടുന്നു. നിലവിൽ ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്നതിൽ യുകെയിൽ പ്രായപരിധിയോ വേഗതാ പരിധിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നോ നിയമം അനുശാസിക്കുന്നില്ല. നിലവിൽ യുകെയിൽ 12 ലക്ഷത്തോളം സ്വകാര്യ ഈ സ്കൂട്ടറുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇത് അപകടമുണ്ടാക്കാത്ത ഒരു കളിപ്പാട്ടമല്ല എന്ന് ഓർക്കുക. ഇതുവരെ ഈ സ്കൂട്ടർ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് 59 മരണങ്ങളാണ് യുകെയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപകടത്തിൽപ്പെടുന്നവരിൽ മിക്കവർക്കും തലയ്ക്കാണ് പരിക്കേൽക്കുന്നതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. നിലവിൽ യുകെയിലെ റെന്റ് ഈ സ്കൂട്ടർ പദ്ധതിയിൽ വാഹനം ഓടിക്കാൻ കുറഞ്ഞത് 16 വയസ്സെങ്കിലും ആയിരിക്കണം. മാത്രമല്ല വേഗപരിധി മണിക്കൂറിൽ 15 മൈലായി നിജപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിനായി ചുരുങ്ങിയത് ഒരു പ്രൊവിഷണൽ ലൈസൻസ് എങ്കിലും വേണമെന്നും വാടകയ്ക്ക് ഈ സ്കൂട്ടർ നൽകുന്ന കമ്പനികൾ അനുയോജ്യമായ ഇൻഷുറൻസ് നൽകണമെന്നും നിയമം അനുശാസിക്കുന്നുണ്ട്. ലണ്ടനിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടത്തപ്പെട്ടു. കർക്കിടക വാവു ദിനമായ ഓഗസ്റ്റ് 12 ബുധനാഴ്ച രാവിലെ 11:30 വാവുബലി കർമ്മങ്ങൾ ആരംഭിച്ചത്. പിതൃക്കളുടെ സ്മരണ ഉണർത്തിയ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നൂറുകണക്കിന് ഭക്തർ കെന്റിലെ റോച്ചസ്റ്റർ മെഡ്വേ നദീതീരത്തെത്തി ശരീരവും മനസ്സും ശുദ്ധമാക്കി പിതൃക്കൾക്കും ഗുരുക്കന്മാർക്കുമായി ബലിയർപ്പിച്ചു. ബലിതർപ്പണത്തിനായി കെന്റ് അയ്യപ്പ ക്ഷേത്രം ഭാരവാഹികൾ പ്രത്യേകം സജ്ജമാക്കിയ നദീതീരത്ത് നിരനിരയായിട്ടാണ് 3:30 മണിവരെ ഭക്തർ പിതൃമോക്ഷ പ്രാപ്തിക്കായി നദിയിൽ ആത്മസമർപ്പണത്തോടെ കർമ്മം നടത്തിയത്. സംഘാടകർ കൃത്യതയോടെ നടത്തിയ മുന്നൊരുക്കത്തിലൂടെ ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതുകൊണ്ട് എല്ലാം വളരെ സുഗമമായി നടന്നു. രാവിലെ മുതൽ നദീതീരത്ത് നടന്ന ചടങ്ങിന് ശ്രീ അഭിജിത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിലഹവനം വടക്കേ വെളിയിലം ശ്രീ വിഷ്ണുരവിയുടെ കാർമ്മികത്വത്തിലും സുഹൃത ഹോമവും പിതൃസായുജ്യ പൂജയും താഴൂർമന ശ്രീ ഹരിനാരായണന്റെ കാർമ്മികത്വത്തിലും നടത്തപ്പെട്ടു. വെള്ളിയോട്ടില്ലം പരമേശ്വരനും അദ്രിത് വാസുദേവനും സഹകാർമ്മികത്വം വഹിച്ചു. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.